പ്രിയമുള്ളവരെ, വചനജ്വാല 1406 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 7 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ സുഭാഷിതങ്ങൾ 19 അധ്യായം 1 മുതൽ 29 വരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക. സത്യസന്ധനായ ദരിദ്രൻ ദുർഭാഷണം ചെയ്യുന്ന ഭോഷനേക്കാൾ ശ്രേഷ്ഠനാണ്. വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല. തിടുക്കം കൂട്ടുന്നതിന് വഴി തെറ്റുന്നു. സ്വന്തം ഭോഷത്വമാണ് നാശത്തിലെത്തിക്കുന്നത്. എന്നിട്ടും ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ട് ജ്വലിക്കുന്നു. സമ്പത്ത് അനേകം പുതിയ സ്നേഹിതരെ നേടുന്നു. ദാരിദ്ര്യം ഉള്ള സ്നേഹിതരെ പോലും അകറ്റുന്നു. കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. കള്ളം പറയുന്നവൻ രക്ഷപ്പെടുകയുമില്ല. ഉദാര മനസ്കന്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു. സമ്മാനങ്ങൾ കൊടുക്കുന്നതിന് എല്ലാവരും സ്നേഹിതരാണ്. സഹോദരർ പോലും ദരിദ്രനെ വെറുക്കുന്നു. പിന്നെ സ്നേഹിതൻ അവനിൽ നിന്ന് അകന്നു മാറാതിരിക്കുമോ? അവൻ നല്ല വാക്കുകൾ പറഞ്ഞ് അവരുടെ പിറകെ പോകുന്നെങ്കിലും അവർ വശപ്പെടുന്നില്ല. ജ്ഞാനം നേടുന്നത് തന്നെ തന്നെ സ്നേഹിക്കലാണ്. വിവേകം കാത്തു സൂക്ഷിക്കുന്നതിന് ഐശ്വര്യമുണ്ടാകും. കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. വ്യാജം പറയുന്നവൻ നശിക്കും. ഭോഷൻ സുഭിക്ഷത അറിയിക്കുന്നില്ല. പ്രഭുക്കന്മാരെ ഭരിക്കാൻ അടിമയ്ക്ക് അത്ര പോലും അർഹതയില്ല. സദ്ബുദ്ധി ക്ഷിപ്രകോപത്തെ നിയന്ത്രിക്കും. തെറ്റ് പൊറുക്കുന്നത് അവനെ ഭൂഷണം. രാജാവിന്റെ കോപം സിംഹഗർജനം പോലെയാണ്. അവന്റെ പ്രീതിയാകട്ടെ പുൽക്കൊടിയിലെ മഞ്ഞുതുള്ളി പോലെയും. ഭോഷനായ പുത്രൻ പിതാവിനെ നശിപ്പിക്കുന്നു. ഭാര്യയുടെ കലഹം തുടർച്ചയായ ചാറ്റൽ മഴ പോലെയാണ്. വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് അവകാശമായി കിട്ടുന്നു. വിവേകവതിയായ ഭാര്യയാകട്ടെ കർത്താവിന്റെ ദാനമാണ്. അലസത ഒരുവനെ ഗാഠനിദ്രയിലാഴ്ത്തുന്നു. മടിയന് പട്ടിണി കിടക്കേണ്ടി വരും. കൽപ്പന പാലിക്കുന്നവൻ ജീവൻ സംരക്ഷിക്കുന്നു. ഉപദേശത്തെ നിന്ദിക്കുന്നവൻ മൃതിയടയും. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്. അവിടുന്ന് ആ കടം വീട്ടും. നന്നാകുമെന്ന് പ്രതീക്ഷയുള്ളപ്പോൾ നിന്റെ മകനെ ശിക്ഷിക്കുക. അവൻ നശിച്ചു പോയിക്കൊള്ളട്ടെ എന്ന് കരുതരുത്. കഠിനമായി കോപിക്കുന്നവർ പിഴ ഒടുക്കേണ്ടി വരും. കോപശീലനെ രക്ഷിക്കാൻ നോക്കിയാൽ അത് ആവർത്തിക്കേണ്ടി വരും. ഉപദേശം കേൾക്കുകയും പ്രബോധനം അംഗീകരിക്കുകയും ചെയ്യുക. നീ ജ്ഞാനിയാകും. മനുഷ്യൻ പലതും ആലോചിച്ചു വെക്കുന്നു. നടപ്പിൽ വരുന്നത് കർത്താവിന്റെ തീരുമാനമാണ്. ആരിലും നാം പ്രതീക്ഷിക്കുന്നത് സത്യസന്ധതയാണ്. ദരിദ്രൻ നുണയനേക്കാൾ ഉത്തമനാണ്. ദൈവഭക്തി ജീവനിലേക്ക് നയിക്കുന്നു. ഭക്തൻ ഉപദ്രവം നേരിടാതെ സംതൃപ്തനായി കഴിയുന്നു. അലസൻ കൈ പാത്രത്തിൽ അമഴ്ത്തി വെക്കുന്നു. അത് വായിലേക്ക് കൊണ്ടുചെല്ലാൻ അവന് പ്രയാസമാണ്. പരിഹാസകൻ പ്രഹരമേൽക്കുന്നത് കൊണ്ട് അല്പബുദ്ധികൾ വിവേകം പഠിക്കും. ബുദ്ധിയുള്ളവൻ ശാസനം കൊണ്ടും തന്റെ വിജ്ഞാനം നേടും. പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടിയോടിക്കുകയും ചെയ്യുന്ന മകൻ
അപമാനവും അധിക്ഷേപവും വരുത്തിവെക്കുന്നു. മകനെ വിജ്ഞാനത്തിന്റെ വചനത്തിൽ നിന്ന് വ്യതിചലിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രബോധനം ചെവി കൊള്ളാതിരിക്കാവൂ. വിലകെട്ട സാക്ഷി നീതിയെ നിന്ദിക്കുന്നു. ദുഷ്ടന്റെ വായ് അന്യായത്തെ വിഴുങ്ങുന്നു. പരിഹാസകർക്ക് ശിക്ഷാവിധിയും ഭോഷന്മാരുടെ മുതുകിന് പ്രഹരവും സജ്ജമായിരിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ പന്തേനൂസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ക്രിസ്ത്യാനികളുടെ ജീവിത പരിശുദ്ധി പന്തേനൂസിന്റെ മാനസാന്തരത്തിന് വഴിയൊരുക്കി. അപ്പസ്തോല ശിഷ്യരുടെ കീഴിൽ വേദപുസ്തകം പഠിച്ചു. തുടർന്ന് അലക്സാണ്ട്രിയയിൽ സ്കൂളിൽ ചേർന്ന് പഠിക്കുകയും അവിടുത്തെ തന്റെ പ്രവചനങ്ങളും സുവിശേഷ വ്യാഖ്യാനവും സ്കൂളിന് പ്രശസ്തി നേടിക്കൊടുക്കുകയും ചെയ്തു. അലക്സാണ്ട്രിയയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇന്ത്യക്കാർ ബ്രാഹ്മണരോട് വാദപ്രതിവാദം നടത്തുവാൻ ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ വരുത്തുകയും വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ ഒരു പ്രതി ബ്രത്തിലോമിയ ശ്ലീഹ കൊണ്ടുവന്നു എന്നറിഞ്ഞ് കുറെ കാലം അത് പഠിപ്പിക്കുകയും തുടർന്ന് അലക്സാണ്ട്രിയയിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകുകയും ചെയ്തു. അവിടെ അധ്യാപനം തുടരുകയും ചെയ്തു. അവസാന നാളുകൾ എത്യോപ്യയിലായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. 216 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രിയരെ, വിശുദ്ധ പന്തേനൂസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.